നമുക്ക് ഒന്നുകൂടി ഒന്ന് കൊല്ലത്തേക്ക് പോകണം. അവിടെ CPM സംസ്ഥാന സമ്മേളന നഗരിയിൽ നിന്നും പുതിയ ചില അപ്ഡേറ്റുകൾ, പുതിയ വിവരങ്ങൾ തന്നേഷ് തമ്പി പങ്കുവെക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. തെറ്റായ പ്രവണതകൾ തിരുത്താനുള്ള പ്ലീനങ്ങൾ ഫലം കണ്ടില്ല എന്ന് CPM സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടിട്ടും സഹകരണ മേഖലയിൽ തിരുത്തൽ സാധ്യമായില്ല എന്നാണ് റിപ്പോർട്ട്. വിശദാംശങ്ങളുമായി ചേരുന്നത് തന്നേഷ് തമ്പിയാണ്. തന്നേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തെറ്റായ ചില പ്രവണതകൾ ഉണ്ടാകുന്നു, അപ്പോൾ അതിന് തിരുത്തൽ എന്നുള്ള രീതിയിലാണ് പ്ലീനങ്ങൾ സംഘടിപ്പിക്കാറ്. പക്ഷെ ആ പ്ലീനങ്ങൾ ഉണ്ടായിട്ടും ഈ പ്രവണതകൾ മാറുന്നില്ല എന്ന വിമർശനമാണ് ഉയരുന്നത്. ഒപ്പം തന്നെ ഈ സഹകരണ മേഖലയിലേക്കുള്ള അത് വലിയ തോതിൽ വിമർശനവും പാർട്ടിക്ക് ക്ഷീണവും ഉണ്ടാക്കിയതാണ്. അത് തടയാൻ ഒരു മാർഗം വേണം എന്നുള്ളതുമല്ലേ ഇപ്പോൾ പറയുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. പാർട്ടി അംഗങ്ങൾക്കിടയിലെ മദ്യപാനമൊക്കെ വലിയ ചർച്ചയായ ഒരു സംസ്ഥാന സമ്മേളനമാണ് ഇത്. MP ഗോവിന്ദൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകൾ അത് വലിയ ചർച്ചയാവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇത് വളരെ നേരത്തെ തന്നെ പ്ലീനം, 2 പ്ലീനങ്ങൾ ഈ അടുത്ത കാലത്തായി ചേർന്നിരുന്നു. ഒന്ന് പാലക്കാട് സംസ്ഥാന തലത്തിൽ നടന്ന പ്ലീനവും അതിനുശേഷം കൊൽക്കത്തയിൽ ദേശീയ തലത്തിൽ നടന്ന പ്ലീനവും. ഈ 2 പ്ലീനങ്ങളിലും പലതരത്തിലുള്ള തീരുമാനങ്ങളും എടുത്തിരുന്നു. പ്രത്യേകിച്ചും ഒരു പാർട്ടി കേഡർ എങ്ങനെയായിരിക്കണം, അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, നേതാക്കൾ എങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ ഇടപെടേണ്ടതെന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു മാർഗരേഖയാണ് ഈ പ്ലീനങ്ങൾ തയ്യാറാക്കിയത്. പക്ഷെ അതൊന്നും കൃത്യമായി നടപ്പിലാക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പാർട്ടിയിൽ അത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ മികച്ച ഒരു പാർട്ടിയായിട്ട് മാറുമായിരുന്നു എന്നുള്ള വിമർശനമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ പ്ലീനം തീരുമാനങ്ങൾ കർശനമായി നടപ്പിലാക്കാനുള്ള തീരുമാനം എടുക്കണം എന്നും നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റൊന്ന് സഹകരണ മേഖലയാണ്. ഇന്നലെ നടന്ന ചർച്ചയിൽ ഏറ്റവും അധികം ഉയർന്നു വന്ന പ്രശ്നം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് സഹകരണ മേഖലയിലെ ബാങ്കുകൾ കൂടുതലും പാർട്ടിയാണ് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഏത് പഴിയും അത് പാർട്ടിയെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അവിടെ പല ഇടങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാന നേതൃത്വം പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് പിന്നീട് ഉയർന്നു വന്ന വിവാദങ്ങൾ തെളിയിക്കുന്നത് എന്ന് പ്രതിനിധികൾ ആരോപിച്ചിട്ടുണ്ട്. സഹകരണ മേഖലയിൽ നടക്കുന്ന കൊള്ളകൾ തടയാൻ കൃത്യമായ ഒരു മാർഗരേഖ തയ്യാറാക്കണം എന്ന ആവശ്യവും ഉയർന്നു വന്നിട്ടുണ്ട്. ക്രിസ്റ്റീന, പ്രജിൻ. തന്നേഷ് തമ്പിയാണ് കൊല്ലത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്ന് മോർണിംഗ് വാക്കിനായി ഉള്ളത് നമ്മൾ ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ്. എന്താണ് ഇന്നിവിടെ വരാനുള്ള പ്രത്യേകത എന്ന് പല പ്രേക്ഷകർക്കും അറിയാമെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു. ഇന്നാണ് വനിതാ ദിനത്തിന്റെ ഭാഗമായി 24 ഫ്ലവേഴ്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് മാരത്തൺ നടക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട വെന്യൂ ഇവിടെ നിന്നാണ് ഈ മാരത്തൺ തുടങ്ങുക. 5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ മാരത്തൺ ഉണ്ടാവുക. അതുകൊണ്ട് എന്താണ് പറയുക, വനിതകൾ പങ്കെടുക്കുന്ന ഒരു വലിയ സംഭവമായി ഇത് മാറുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഈ ഗ്രൗണ്ടിൽ പൂർത്തിയായി വരുന്നുണ്ട്. പ്രധാനപ്പെട്ട വേദിക്ക് തൊട്ടരികിലാണ് നമ്മളുള്ളത്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഇവിടെ നടക്കുന്ന ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടക്കുന്നത് ഈ പ്രധാനപ്പെട്ട വേദിയിലാണ്. വൈകിട്ട് 9 മണിയോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങുക. അങ്ങനെ 5 കിലോമീറ്റർ ഓടി കരുത്ത് തെളിയിക്കാനായി സ്ത്രീകൾ 15 മുതൽ, പിന്നെ ഏജ് ഇല്ല, ഏജ് ലിമിറ്റ് ഇല്ല, 2 കാറ്റഗറിയാണ്. എനിക്ക് മത്സരിക്കാൻ പറ്റില്ല, ഞാൻ 15 വയസ്സിൽ താഴെയാണ്. ഓക്കെ, ചേച്ചി വെല്ലുവിളിക്കുന്നുണ്ട്. ചേച്ചിയെ ഓടി തോൽപ്പിക്കാൻ ആരുണ്ട് എന്നൊരു വെല്ലുവിളി കൂടി നടത്തുന്നുണ്ട്. ചേച്ചിയാണ് അതിന് നേതൃത്വമൊക്കെ നൽകുന്നത്. ഏറ്റവും ആദ്യം ഓടാൻ തയ്യാറായി നിൽക്കുകയാണ് ചേച്ചി. ഞാൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ മാത്രമേ ഓടത്തുള്ളൂ, എന്നാലും എനിക്ക് സ്പീഡ് കിട്ടും. കുരുത്തക്കേടിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. കെട്ടിയിട്ട് അടിച്ച കാര്യമൊക്കെ ചേച്ചി തന്നെ വെളിപ്പെടുത്തിയപ്പോഴേ അപ്പൊ എത്രമാത്രം കുരുത്തക്കേടല്ലല്ലോ. 3-4 വയസ്സിലൊക്കെ ഒരു മോറൽ ഇഫക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള നിലയിൽ നമ്മൾ പറയുന്ന ചെറിയ കാര്യങ്ങൾക്ക്. പക്ഷെ അതുകൊണ്ട് ഞാൻ നന്നായില്ലേ, ഞാനിപ്പോ മറ്റുള്ളവരുടെ രജനി കണ്ണൻ ഒഴികെ ബാക്കി ആരുടെയും തലയിൽ ഞാൻ മെക്കിട്ട് കയറുന്നില്ലല്ലോ. ഓക്കെ, അടുത്ത വാർത്തയിലേക്ക് പോവാം. നവകേരള രേഖ പാർട്ടിയുടെ നയം മാറ്റമല്ല എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ അതിനെ ന്യായീകരിക്കുന്നത്, വിശദീകരിക്കുന്നത്. ഭരണത്തിൽ വരുമ്പോൾ ജനങ്ങളെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കാം എന്നുകൂടി TP രാമകൃഷ്ണൻ പറയുന്നുണ്ട്. ഇത് പുതുക്കിയ പാർട്ടി പരിപാടിയിൽ തന്നെ പറയുന്നുണ്ടെന്നും സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കാൻ നയപരമായ തടസ്സമില്ലെന്നുമാണ് TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയത്. ആ വാക്കുകളിലേക്ക്. പൊതുമേഖലയെ അവഗണിക്കുന്നില്ല. പൊതുമേഖലയ്ക്ക് മതിയായ പരിഗണന കൊടുക്കുന്നതോടൊപ്പം തന്നെ സ്വകാര്യ മൂലധനം സ്വീകരിക്കത്തക്ക നിലയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. CPIM ഭരണം നടത്തുന്നത് അതിന്റെ ഒരു പരിപാടിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ്. ഗവൺമെന്റിൽ പങ്കാളിത്തം വഹിക്കുമ്പോൾ ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടുന്ന എല്ലാ നടപടിയും സ്വീകരിക്കണമെന്നുള്ളതാണ്. ഇത് ജനങ്ങൾക്ക് മതിയായ സംരക്ഷണമാണ്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ വേണം, വരുമാനം, കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കണം. അതിനൊക്കെ സഹായകരമായ സമീപനമാണ് എടുത്തത്. അതൊരിക്കലും പൊതുമേഖലയ്ക്കെതിരല്ല. ചേച്ചി, നമുക്ക് പ്രചോദനമാകുന്ന ഒരുപാട് വ്യക്തികളെ നമ്മൾ ഈ നമ്മുടെ പല ബുള്ളറ്റുകളും പരിചയപ്പെടുത്താറുണ്ട്. അതിൽ സ്ത്രീകൾ വരുന്നത് എന്താണ് പറയുക, ഇരട്ടി സന്തോഷമാണ്. കാരണം ഈ പറയുന്നത് പോലെ തുല്യതയുടെ ഒക്കെ വലിയ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് സ്ത്രീകളൊക്കെ രംഗത്ത് വരുന്നത്. അതിൽ തന്നെ
പല പ്രതിസന്ധികളെയും മറികടന്നു വരുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോയാലോ? അതെ, ശാരീരിക പരിമിതികളെ വകവയ്ക്കാതെ സ്വന്തം കഴിവുകൾ കൊണ്ട് താരമാവുകയാണ് പത്തനംതിട്ട ഏനാത്ത് സ്വദേശി നന്ദന. പാട്ടും മിമിക്രിയും ഒക്കെയാണ് നന്ദന എന്ന കൊച്ചുമിടുക്കിയുടെ ഇഷ്ടമേഖല. സ്പെഷ്യൽ സ്കൂൾ കലോത്സവങ്ങളിലും നിരവധി പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഈ ഏനാത്തുകാരി. അപ്പൊ നമുക്ക് കാണാം നന്ദനയുടെ വിശേഷങ്ങൾ. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കരയ്ക്കുള്ളില് ചോരക്കൺമുയൽ, ഇങ്ങു നീലത്തുരത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കരയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. ശാരീരിക പരിമിതികൾ വകവയ്ക്കാതെയാണ് നന്ദനയുടെ യാത്ര. പാട്ടുപാടും, അത്യാവശ്യം മിമിക്രിയും. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലും താരമായിരുന്നു നന്ദന. പാട്ടുകളിലൂടെയും മിമിക്രിയിലൂടെയും സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആരാധകരുണ്ട് ഈ കൊച്ചുമിടുക്കിക്ക്. പാട്ട് പിന്നെ മിമിക്രി ഒക്കെ ചെയ്യും. ചില സൗണ്ടുകൾ വെച്ചാൽ പക്ഷികളുടെയൊക്കെ ചില സൗണ്ടുകളും ഒക്കെ, മൃഗങ്ങളുടെയൊക്കെ ചില സൗണ്ടുകളും ഒക്കെ സ്വന്തമായിട്ട് തന്നെ പഠിച്ചതാ. പാട്ട് മൊബൈലിലൊക്കെ കേട്ട് പഠിക്കും. മൊബൈലിലെടുത്തിട്ട് ഭാവിയിൽ മ്യൂസിക് ടീച്ചറാകാനാണ് നന്ദനയുടെ ആഗ്രഹം. മകളുടെ ഏത് ആഗ്രഹങ്ങൾക്കൊപ്പവും മാതാപിതാക്കളുമുണ്ട്. ചെറുപ്പം മുതലേ മോൾക്ക് പാട്ടിനോട് വാസനയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മിമിക്രിയോടും വാസനയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ മോളെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ പാട്ടും മിമിക്രിയും നന്ദന സ്വയം പഠിച്ചതാണ്. മകളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ ഇപ്പോൾ പ്രത്യേക പരിശീലനം നൽകുന്നു. ഒരു പൊൻപൂ കണി കാണാൻ കടം തായോ, നറുപൂവിൽ വിടരും തേൻ ചിരിതായോ. പരിമിതികളുടെ പേരിൽ ഒതുങ്ങിക്കൂടാതെ സാധ്യതകളുടെ പുതിയ ആകാശത്തേക്ക് കുതിക്കാനാണ് നന്ദനയ്ക്കിഷ്ടം. AV ജയശങ്കർ, 24, പത്തനംതിട്ട. കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ. യെസ്, അപ്പൊ മിടുക്കിയാണ് നന്ദന അല്ലേ? അതെ, നന്നായ പാട്ടൊക്കെ പാടുന്നത്. ചേച്ചി നന്നായിട്ട് മിമിക്രി ചെയ്യല്ലോ. നന്ദനയ്ക്ക് ഒരു ആൾക്കാരുടെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കരുത്? അതെ 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 പഠിപ്പിച്ചു കൊടുക്കാം. എനിക്ക് മറ്റേ നമ്മുടെ ഇപ്പോ കേന്ദ്രമന്ത്രിയായ നമ്മുടെ സിനിമാ താരം സുരേഷ് ഗോപിയുടെ ഡയലോഗ് അറിയുള്ളൂ. ഞാൻ പറയാം, ആ ഡയലോഗ് അറിയത്തുള്ളൂ. അത് പക്ഷെ നമുക്ക് പബ്ലിക്കായി പറയാൻ പറ്റില്ല. അല്ല, കുഴപ്പമില്ല. നോ 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 എക്സ്ക്യൂസ് മീ, നമുക്ക് അടുത്ത ബർത്ത്ഡേ വിഷിലേക്ക് പോകാം അല്ലേ? അപ്പോ ബർത്ത്ഡേ വിഷസ് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങിയാൽ നമ്മളെ സുരക്ഷിതമായി എപ്പോഴും എത്തിക്കുന്ന സ്നേഹത്തോടു കൂടെ ഒക്കെ നമ്മളോട് പെരുമാറുന്ന നമ്മുടെ അർജുന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ അർജുൻ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. മറ്റൊരാൾ അരുൺ ശ്രീ ആണ്. യെസ്, അരുൺ ശ്രീ, ഹാപ്പി ബർത്ത്ഡേ. രണ്ടുപേർക്കും ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഇനി നമ്മുടെ പ്രേക്ഷകരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് കാർത്തിക് മോന്റെ ബർത്ത്ഡേ വിഷസ് ആണ്. അപ്പം അതിലേക്ക് കൂടി നമുക്ക് വരാം. അതിന് മുമ്പ് നമുക്കൊരാളെ പരിചയപ്പെട്ടല്ലോ അല്ലെ? ഇവിടെ കുറച്ചു നേരമായിട്ട് ചേച്ചി ഗുഡ് മോർണിംഗ്, വനിതാ ദിനാശംസകൾ. എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ടോ? എല്ലാ ദിവസവും വരാറുണ്ട്. നടക്കാൻ വരുന്നതാണ്. എത്ര മണിക്കൂർ നടക്കും? 1.5 മണിക്കൂറോളം ഞങ്ങൾ നടക്കും. നല്ലതാണ്. ഞാൻ ഈ 1 മണിക്കൂർ നടക്കാറുണ്ട്. അതെ, എല്ലാ ദിവസവും. ഇന്ന് വനിതാ ദിനമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ 24 ഫ്ലവേഴ്സിന്റെയും ഒരു രാത്രി ഓട്ടം ഉണ്ട്. ഒരു മിഡ് നൈറ്റ് റണ്ണാണ്. അപ്പൊ അതിൽ പങ്കെടുക്കും. 9 മണിക്കാണ്. 9 മണി. രാത്രി 9 മണി. എവിടെയാ? കച്ചേരിപ്പടി. ചോദിച്ചാണ് എന്തെങ്കിലും. ഞാൻ കാരണം നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. എല്ലാ വർഷവും നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ ചേച്ചിക്ക് എന്ത് തോന്നുന്നു, ഒരു വനിത എന്ന നിലയിൽ ഒരു വനിതാ ദിനം വരുമ്പോൾ നമ്മുടെ എല്ലാ മേഖലകളിലും സ്ത്രീകളും ഉണ്ട്, അവർക്ക് തുല്യമായ വേതനം, തുല്യമായ പങ്കാളിത്തം ഒക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. ഞങ്ങൾക്കാണ് ഇപ്പം കിട്ടുന്നത് മൊത്തം. ഞങ്ങള് ജെൻസിനേക്കാളും കൂടുതൽ ഞങ്ങളാണ് ആക്റ്റീവായിട്ട് ഞങ്ങൾ എന്ത് കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. എല്ലാ കാര്യങ്ങളും. കറക്റ്റ്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന മൾട്ടി ടാസ്കേഴ്സ് ആണല്ലോ സ്ത്രീകൾ. അപ്പോ നമുക്ക് കുറെ പിന്നെ നല്ല ക്ഷമയും എനിക്ക് തോന്നുന്നു കൂടുതലാണ്.
അപ്പോൾ സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു ഈ നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വന്നാൽ നല്ലതാണെന്ന രീതിയിലുള്ള പഠനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഞങ്ങളെ നേതാക്കന്മാരാക്കുന്നില്ല? ഞങ്ങളെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ ആകണം, അല്ലേ ചേച്ചി? ഈ പ്രാവശ്യം മുഖ്യമന്ത്രി നമ്മളായിരിക്കണം. അതെ അതെ അതെ, അടുത്ത തവണ മുഖ്യമന്ത്രി വനിതയായിരിക്കണമെന്ന ആഹ്വാനം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് കൊടുത്തല്ലോ അല്ലെ? ഇന്ന് വനിതാ ദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ചെറിയ സ്നേഹം. ചേച്ചി പേരൊന്ന് പറഞ്ഞേ. ജെസി ജൂണി, കച്ചേരിപ്പടിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് അടിപൊളിയാവട്ടെ. ശരി ചേച്ചി. അപ്പൊ ജെസ്സി ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ കേട്ടു നമ്മൾ. അപ്പൊ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കൂടി പോണം അല്ലെ? അതിനു മുമ്പ് ഒരു ഇടവേള വേണമെന്ന് അമല പറയുന്നത്. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് മേഘന മുരളി പങ്കുവെക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും. ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതി അഫാന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും എന്നതാണ് വാർത്ത. പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അഫാൻ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. കൊലപാതകം നടന്ന താഴെ പാങ്ങോട്ടെ വീട്ടിലും പേരുമലയിലെ അഫാന്റെ വീട്ടിലും ഇന്നലെ പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. വിശദാംശങ്ങളുമായി മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ളത്. മേഘന, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോൾ നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് പ്രജിന ആൻഡ് ക്രിസ്റ്റീന. ഇന്ന് 4 മണിയോടെയാണ് അഫാന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത്. അത് മൂമ്മയായിട്ടുള്ള സൽമാ ബീവിയെ, 95 വയസ്സുള്ള സൽമാ ബീവിയെ കൊലപ്പെടുത്തിയതിലാണ് ഇപ്പോൾ പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിൽ അഫാൻ ഉള്ളത്. അതിൽ പ്രധാനമായും ഇന്നലെ നിർണായക തെളിവെടുപ്പുണ്ടായിരുന്നു. ഇത് പേരുമലയിലെ അഫാന്റെ വീട് കൂടാതെ താഴെ പാങ്ങോടുള്ള സൽമാ ബീവിയുടെ വീട് എന്നിവിടങ്ങളിൽ തെളിവെടുപ്പുണ്ടായിരുന്നു. അത് വളരെ നിർണായകമായിരുന്നു. കാരണം മണിക്കൂറുകൾ നീണ്ട തെളിവെടുപ്പ്. അതിൽ പല വിശദാംശങ്ങളും അഫാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് കസ്റ്റഡി കാലാവധി കഴിയുന്നതോടുകൂടി തന്നെ അടുത്ത നിർണായക ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ സൽമാ ബീവിയുടെ കൊലപാതകത്തിൽ മാത്രമാണ് അഫാനെ ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇനി വെഞ്ഞാറമൂട് പോലീസിന്റെ പരിധിയിലുള്ള അഫാന്റെ പിതാവിന്റെ സഹോദരന്റെ ഭാര്യ കൂടാതെ പെൺ സുഹൃത്തും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസിന് കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട് അഫാനെ. അതിനുശേഷമായിരിക്കും അവിടങ്ങളിലൊക്കെ വീണ്ടും തെളിവെടുപ്പ് നടത്തുക. കൂടാതെ ഇന്ന് ഈ അഫാൻ ഉമ്മൂമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചിട്ടുണ്ട്. അത് ഒരു CDM വഴി പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ചുറ്റിക വാങ്ങിയ കട, ഇവിടങ്ങളിലൊന്നും ഇന്നലെ പാങ്ങോട് പോലീസ് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ അവിടെ ഇന്ന് രാവിലെ ഇനിയും സമയമുണ്ട്, അതുകൊണ്ട് ഇന്ന് രാവിലെ തെളിവെടുപ്പ് നടത്തുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. അതിലൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം 2 സ്റ്റേഷൻ പരിധിയിലാണ് ഈ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. ഒന്ന് പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ, മറ്റൊന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഇനി നിർണായക ഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനി ചെയ്യാനുള്ളത് വെഞ്ഞാറമൂട് പോലീസിനാണ്. അതിന് കസ്റ്റഡി അപേക്ഷ നൽകി അഫാനെ വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും ഈ തുടർ നടപടികളൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. യെസ്, മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് രണ്ടിടങ്ങളിൽ അഫാനെ എത്തിച്ചുള്ള തെളിവെടുപ്പ്. ആ സമയത്തൊക്കെ വലിയ സുരക്ഷയാണ് ഒരുക്കിയത്. ഇന്നും ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഈ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വരുമ്പോൾ ഇവിടെ എക്സസൈസിനൊക്കെ ഒരുപാട് പേർ എത്തുന്നുണ്ട്. ജോഗിങ്ങിനായി യോഗ ചെയ്യുന്നവരുണ്ട്. അപ്പം അത്തരം ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണുന്നുമുണ്ട്. കുറെ മണിക്കൂറുകളായി നടന്ന ശേഷം പിന്നീട് ധ്യാനത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ, അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ ഇവിടുന്ന് പങ്കുവെക്കാനുണ്ട്. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. രവികുമാർ PV ചേട്ടൻ, രഘുനന്ദനൻ ചേട്ടൻ, ജയൻ നായർ ചേട്ടൻ, അഹമ്മദ്, മിനി ബാബു, രമേശ്, പിന്നെ റീന സതീശൻ, ഷാനിബ്, കെ ശിവദാസ്, ഫൈസൽ, ഷഫീർ മണ്ണാർക്കാട്, കുറെ നാളെ മുഹമ്മദ്, ആരിഫ്, സുലൈമാൻ അബ്ദുൽ ഖാദർ, ഷമീർ, അല്ലമീൻ, ദിനേശ് ഹരിപ്പാട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. വായിച്ചു പോകാനുള്ള സമയക്കുറവുണ്ട്. നമുക്ക് ബർത്ത്ഡേ ഒന്നുകൂടെ പറയാം. ബർത്ത്ഡേ വിഷസ് പറയാനുണ്ട്. നേരത്തെ നമുക്ക് ചില ആൾക്കാരുടെ പേരുകൾ തെളിഞ്ഞു വന്നില്ല എന്ന് തോന്നുന്നില്ല. അപ്പൊ ഒന്നുകൂടെ പറയാം. ഇന്ന് ബർത്ത്ഡേ വിഷ് ആഘോഷിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള അരുൺ ശ്രീ, ഹാപ്പി ബർത്ത്ഡേ അരുൺ, മെനി മെനി ഹാപ്പി റിട്ടേൺ ഓഫ് ദി ഡേ. മറ്റ് പ്രേക്ഷകരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് കാർത്തിക് മോന്റെ ബർത്ത്ഡേ ആണെന്ന് അരുണിമ എന്നൊരു പ്രേക്ഷക പറയുന്നുണ്ട്. അപ്പൊ കാർത്തികിന്റെ എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ കാർത്തിക്, മിടുക്കനായിരിക്കുക. ഒരു ബർത്ത്ഡേ കൂടെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ മുഹമ്മദ് ഇസാന്റെ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന് മാർച്ച് 8-ാം തീയതി. അപ്പോ മുഹമ്മദ് ഇസാനും ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് വനിതാ ദിനമാണ്. അപ്പോൾ വനിതകളുമായി ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഒരു റിപ്പോർട്ടിലേക്ക് കൂടി പോവാം അല്ലേ? അതെ, ഈ വനിതാ ദിനം ഇരിങ്ങാലക്കുട സ്വദേശി പാണ്ഡു സിന്ധുവിന് ഇരട്ടി മധുരത്തിന്റേതാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് സർക്കാർ ജോലിയിൽ തിളങ്ങിയ സിന്ധുവിനെ തേടി ഒരു ദേശീയ അവാർഡ് കൂടി എത്തിയിരിക്കുകയാണ്. യെസ്, ഈ വർഷത്തെ വിമൻ ഇൻഫ്ലുവൻസർ അവാർഡ് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ പാണ്ഡു സിന്ധുവിന് സമ്മാനിക്കും.
പിച്ച വെച്ച് കൊതി തീർന്നില്ല. 3.5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് പാണ്ഡു സിന്ധുവിന് പോളിയോ ബാധിക്കുന്നത്. ചെറുപ്പത്തിൽ 3.5 വയസ്സിൽ ഇരുകാലുകൾക്കും പോളിയോ വന്നതാണ്. ഇങ്ങനെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വീൽ ചെയറിൽ കംപ്ലീറ്റ് ആയിട്ടൊരു 5 ഇയേഴ്സ് ആകുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ച ബാല്യം, കരുത്തായത് അച്ഛൻ. മകൾ സ്വന്തമായ ഒരു തൊഴിൽ നേടണമെന്ന് അച്ഛന്റെ ആഗ്രഹം പാണ്ഡു സിന്ധുവിനെ സർക്കാർ ജീവനക്കാരിയാക്കി. എനിക്ക് എൻ്റെ അച്ഛൻ മരണപ്പെട്ടു കൊറോണ സമയത്ത്. അപ്പോൾ അച്ഛൻ ഉണ്ടെങ്കിൽ എന്ന് അങ്ങനെ ഒരു സങ്കടം വന്നു. പിന്നെ എൻ്റെ അമ്മ, എൻ്റെ മോള്, എൻ്റെ ഹസ്ബൻഡ് എല്ലാവരുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം. 2018-19 ഫ്ലഡിൽ 13 പഞ്ചായത്തുകളുടെ നോഡൽ ഓഫീസറായിരുന്നു. കൂടാതെ COVID-19 നോഡൽ ഓഫീസർ, അതിൻ്റെ COVID-19 പാൻഡമിക് ഡിസീസ് ആ ഒരു ആക്ടിവിറ്റീസിലും നോഡൽ ഓഫീസറായിരുന്നു. ഇന്ന് തൃശൂർ ജില്ലാ കളക്ടറേറ്റിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സീനിയർ സൂപ്രണ്ടാണ് പാണ്ഡു സിന്ധു. ലോണിൽ കാറ് വാങ്ങിച്ചു, പക്ഷേ എങ്ങനെയാണിത് ഓടിക്കാന്നുള്ളത് എനിക്ക് അറിയണില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 2 മാസത്തോളം ഇരുന്നപ്പോൾ എനിക്ക് ഈ കാറിനെ, ഓഫീസിൽ നിന്ന് വരുമ്പോൾ കാറിനെ നോക്കും, ഓടിക്കണം എന്നൊരു വാശിയിൽ പുലർച്ചെ 4 മണിക്ക് വണ്ടി എടുത്തു, കാറെടുത്തു. അങ്ങനെ ആരുമില്ലാത്ത വിജനമായ റോട്ടിൽ കൂടെ ഒന്ന് ഓടിച്ച് പഠിച്ചു, ഓടിക്കാൻ തുടങ്ങി സ്വയം. ഇവിടെ നിന്ന് പുറത്തുശ്ശേരി ഇരിഞ്ഞാലക്കുട വീട്ടിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ 58 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും പൊളിച്ചിട്ടാണ്. പരമാവധി ഇപ്പോൾ 64 ആവുന്നുണ്ട്. റൗണ്ട് ചെയ്ത് പൊളിച്ചിട്ട് റോഡൊക്കെ ക്ലോസ് ചെയ്തത് കൊണ്ട് പല സ്ഥലത്തും. തൊഴിൽ മേഖലയിൽ മാത്രമല്ല, ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുന്നവരെ കൈപിടിച്ചുയർത്തുന്നതിലും തൊഴിൽ മേഖലയ്ക്ക് അപ്പുറമുള്ള പ്രവർത്തനങ്ങളും പാണ്ഡു സിന്ധുവിനും ഈ വനിതാ ദിനത്തിൽ ദേശീയ അവാർഡ് സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വനിതകൾക്ക് ഉള്ള ഒരു നാഷണൽ അവാർഡാണ് ഷീ മാഗസൈൻ ഇൻ്റർനാഷണൽ അവിടെ നിന്ന് തരുന്നതാണ്. ഡൽഹിയിൽ വെച്ചിട്ട് തരും. ഇൻഫ്ലുവൻസർ ഓഫ് ദ വുമൻ ഇൻഫ്ലുവൻസർ ഓഫ് ദ ഇയർ ആണ് അവാർഡിൻ്റെ പേര്. ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ പാണ്ഡു സിന്ധുവിന് അവാർഡ് സമ്മാനിക്കും. 24 തൃശൂർ. അപ്പോൾ മോർണിംഗ് വാക്കിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ് നമ്മളുള്ളത്. ഇവിടെ പിങ്ക് മാരത്തൺ നമ്മുടെ ഇന്ന് രാത്രിയാണ് നടക്കുക. അപ്പോൾ ഇന്ന് ഇവിടെ ജോഗിങ്ങിനായി എത്തിയ 2 പേരെ നമ്മൾ വനിതാ രത്നങ്ങൾ. അതെ, പേരെന്താ? ഐശ്വര്യ. നാട്? നാട് കോഴിക്കോട്. മലപ്പുറം. 2 പേർക്കും ഹാപ്പി വിമൻസ് ഡേ. അപ്പൊ ഇവിടെ ജോലി ചെയ്യാ? ഞാൻ മെഡിക്കൽ ഡ്രസ്സിൽ വർക്ക് ചെയ്യാം, എക്സ്ട്രാ ടെക്നീഷ്യൻ ആയിട്ട്. പഠിക്കുന്നു. ഞാൻ പഠിക്കുക, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ നമുക്ക് വനിതാ ദിനമായിട്ട് കുഞ്ഞു ഗിഫ്റ്റ് ഇവർക്ക് കൊടുത്താലോ? അർജുൻ ആതിരയ്ക്കും ചെറിയ ഗിഫ്റ്റ് ആണ്. ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ ചെയ്യുന്ന ജോലിയിലും എല്ലാ മേഖലയിലും തിളങ്ങാൻ 2 പേർക്കും സഹായിക്കട്ടെ. അപ്പൊ പാട്ട് പഠിപ്പിച്ചേ. അതെ, മാത്രമല്ല ചില ചോദ്യങ്ങൾ ചോദിച്ചേ. അപ്പൊ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കായിക വാർത്തകളിലേക്ക് പെട്ടെന്ന് പോകണം. സ്പോർട്സ് ന്യൂസ്. സ്പാനിഷ് ലീഗിന്റെ അപ്ഡേറ്റിലൂടെ പോകാം. 1ാം സ്ഥാനത്ത് ലീഡ് ഉയർത്താൻ FC ബാഴ്സലോണ ഇന്നിറങ്ങും. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ ഒസാസുനയാണ് എതിരാളികൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ, മാഞ്ചസ്റ്റർ സിറ്റി ടീമുകൾക്കും ഇന്ന് മത്സരമുണ്ട്. പുതുവർഷത്തിൽ ഒറ്റ മത്സരം പോലും തോൽക്കാതെ കുതിക്കുന്ന FC ബാഴ്സലോണ സ്പാനിഷ് ലീഗിലെ കിരീടപ്പോരിലും മുന്നിലുണ്ട്. മാഡ്രിഡ് ടീമുകളുടെ വെല്ലുവിളി മറികടന്ന ഒറ്റ പോയിന്റിന്റെ ലീഡിലാണ് കറ്റാലൻസിന്റെ 1ാം സ്ഥാനം. 26 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ബാഴ്സയ്ക്ക് 57ഉം അത്ലറ്റിക്കോ മാഡ്രിഡിന് 56ഉം റയൽ മാഡ്രിഡിന് 54 പോയിന്റ്. ഒസാസൂനയെ തകർത്ത 1ാം സ്ഥാനത്തെ ലീഡ് ഉയർത്തുകയാണ് ഹാൻസി ഫ്ലിക്കിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യം. എവേ മത്സരത്തിൽ ഒസാസൂനയോട് തോറ്റതിന്റെ കണക്കും തീർക്കാനുണ്ട് കറ്റാലൻസിന്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീടത്തോട് അതിവേഗം അടുക്കുകയാണ് ലിവർപൂൾ. 2ാം സ്ഥാനത്തുള്ള ആഴ്സണലിനേക്കാൾ 13 പോയിന്റ് ലീഡുണ്ട് നിലവിൽ ചെമ്പടയ്ക്ക്. ആൻഫീൽഡിൽ സതാംപ്ടനെ വീഴ്ത്തിയാൽ ഇത് 16 ആക്കാം. രാത്രി 8:30 മത്സരം. തുടർച്ചയായ 5ാം കിരീടമെന്ന ലക്ഷ്യം അവസാനിച്ചതോടെ ഇനി ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ഉറപ്പാക്കാനാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോരാട്ടം. എന്നാൽ നിലവിൽ 3ാം സ്ഥാനത്തുള്ള നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരായ മത്സരം ഒട്ടും എളുപ്പമല്ല. സീസണിലെ വണ്ടർ ടീമായ നോട്ടിംഗ്ഹാം നിലവിലെ ചാമ്പ്യന്മാരെ മലർത്തിയടിച്ചാലും അത്ഭുതപ്പെടാനില്ല. വൈകിട്ട് 6-നാണ് ഈ മത്സരം. സ്പോർട്സ് ഡെസ്ക് 24. യെസ്, അപ്പൊ മോർണിംഗ് വാക്കിന്റെ സമയം പൂർത്തിയാവുകയാണ്. ഒരിക്കൽ കൂടി പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നു, നമ്മളിപ്പോൾ ഉള്ളത് ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ്. ഇവിടെയാണ് 24ഉം ഫ്ലവേഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന. അപ്പോ ഇതിനെ കുറിച്ച് എനിക്ക് ലൈവിൽ കുറച്ച് കാര്യം പറയാനുണ്ട്. എന്താണെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ. പിങ്ക് മിഡ് നൈറ്റ് മാരത്തൺ നടക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട വേദിയാണിത്.
ഈ പറയുന്ന സ്റ്റേജിലൊക്കെയാണ് ഇതിന്റെ പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാവുക. പിന്നെ ഇതാ ഇവിടെ ഈ രജിസ്ട്രേഷൻ കൗണ്ടറുകളൊക്കെ അല്പസമയത്തിനെന്ന് വെച്ചാൽ ഒരു ഉച്ച കഴിഞ്ഞോടുകൂടി ഓപ്പൺ ആവും. ഇവിടെ വന്ന് സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. പിന്നീട് ഈ എന്താണ് പറയുക, ഒരു 9 മണിക്ക് ഇതിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. ആ സമയത്ത് ഒരു സൂംബ സെഷനൊക്കെ ഉണ്ട്, ഒന്ന് വാമപ്പ് സെഷനൊക്കെ ഉണ്ട്. അതിന് ശേഷമാണ് ഓട്ടം തുടങ്ങുക. 5 കിലോമീറ്റർ ദൂരത്തേക്കാണ് ഓട്ടം ഉണ്ടാവുക. ഇടവേളകളിലൊക്കെ തന്നെ കൃത്യമായി നിങ്ങൾക്ക് വെള്ളമൊക്കെ തരാനുള്ള എല്ലാ സംവിധാനങ്ങളൊക്കെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്താണ് പറയുക ഒരുക്കത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ മാരത്തൺ പൂർത്തിയാക്കാൻ കഴിയും വിധമാണ് ഇതിന്റെ ക്രമീകരണങ്ങൾ. അതെ, ഗംഭീര പരിപാടിയാണ് കാത്തിരുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പൊ അടുത്ത ഗുഡ് മോർണിംഗ് ഷോയിൽ കിട്ടും. നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ട്, ജയൻ നായർ ചേട്ടനൊക്കെ പറയുന്നുണ്ട്, ഉടായിപ്പാണ് കമന്റ് വായന. തുടങ്ങിയപ്പോ പ്രേക്ഷകരോട് സ്നേഹമായിരുന്നു, ഇപ്പൊ ഇല്ല. അല്ലല്ല, അത് താങ്കളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ജയൻ നായർ, രമേശ് എസ് പറയുന്നു എല്ലാ വനിതകൾക്കും വനിതാ ദിനാശംസകൾ എന്ന് രുക്മിണി പറയുന്നു. ലേഖ ജയൻ ഗുഡ് മോർണിംഗ് ഡിയർ പ്രജിൻ. അരുണിമ പറയുന്നു താങ്ക്സ് പ്രജിൻ, നീ വിഷ് ചെയ്തപ്പോഴുള്ള എന്റെ മോന്റെ ചിരി അത് ഗംഭീരമായി എന്ന് പറയുന്നു. ബിജുകുമാർ പിന്നെ നമ്മുടെ മിനി ബാബുജി പറഞ്ഞായിരുന്നു. ജയൻ നായർ ഒരു കാര്യം പറഞ്ഞു, തലൈവർ വരാൻ സമയമായി, മോർണിംഗ് വാക്ക് ഇപ്പോൾ പ്രേക്ഷകരോട് പഴയ സ്നേഹമില്ല. അപ്പോൾ തലൈവർ വന്നിട്ടുണ്ടെന്ന് അവിടെ സനൂപ് PCR എന്ന് പറയുന്നു. SK റെഡിയാണ് കൊച്ചി സ്റ്റുഡിയോയിൽ. തലൈവരെ വണക്കം, വെരി വെരി ഗുഡ് മോർണിംഗ്. സൗഖ്യം இருக்கே. ஓகே, தேங்க்யூ கிருஷ்ணா செரியான் பிரஜின்சி கண்ணன் இருக்கண்டா நேரே போறியா. ஓகே, தேங்க்யூ